ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കുഴലപ്പം പെട്ടെന്ന് തയ്യാറാക്കാനായിട്ടുള്ള ഈസി മെത്തേഡാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടല്ല ഇത് കുഴയ്ക്കുന്നത്. ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് വഴിയാണ് ഇത് കുഴയ്ക്കുന്നത്. കയ്യിലൊന്നും തീരെ ചൂടാവത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഏകദേശം 10 എണ്ണമൊക്കെ വേണ്ടി വരും. വെളുത്തുള്ളി 6-7 എണ്ണം മതി. ഞാനിവിടെ ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് 6 എണ്ണം എടുത്തത്. ഇനി നിങ്ങൾ വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ 3 എണ്ണം എടുത്താലും മതി. ഇനി മിക്സിയിലെ വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. 1/4 കപ്പ് തേങ്ങ ചിരവിതാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിത് എന്ന കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇനി തേങ്ങയുടെ ഒപ്പം തന്നെ 6 വെളുത്തുള്ളി അല്ലിയും 10 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ അരച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതേപോലത്തെ വലിയൊരു നോൺ സ്റ്റിക്ക് പാൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് വെള്ളം അളന്നൊഴിച്ചിട്ടുള്ളത്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി വേണ്ടത് ഉപ്പാണ്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിവിടെ 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് അരിപ്പൊടിയും അളന്നെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ തേങ്ങ 1/4 കപ്പ് എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരിപ്പൊടി എടുക്കുന്നത് കൊണ്ടാണ് ബാക്കി ചേരുവകളെല്ലാം കൂട്ടിയെടുത്തിട്ടുള്ളത്. ഇനി ഇത് കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ സമയത്തൊന്നും നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അടുപ്പത്തേക്ക് വെക്കുന്നതിന് മുൻപായിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. കാരണം അടിഭാഗത്തൊക്കെ ചിലപ്പോൾ കട്ടയായിട്ട് അരിപ്പൊടി കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇനി വേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. ആദ്യമേ തന്നെ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഇതേപോലെ കുറച്ചൊന്ന് കട്ടിയായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾക്കിനി ഫ്ലെയിം കുറയ്ക്കാം. ഇപ്പോൾ ഇതായത് ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ നല്ല പോലെ ലോ ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചപ്പാത്തി മാവിൻ്റെ പോലെ ഒരു ഉരുളയായിട്ട് നമ്മൾക്ക് ഇതേപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ആ ഒരു പാകത്തിലാകുന്നവരെ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഉരുട്ടിയെടുക്കുക. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ വെക്കരുത്. കാരണം ഈ പാൻ ചൂടായതുകൊണ്ട് അടിഭാഗമൊക്കെ കരിഞ്ഞ പോലെയാവും. ഇപ്പോൾ ഇത് നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത് തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം നമ്മൾക്കിത് ഉരുട്ടിയെടുക്കാനുള്ളതാണ്. ഇത് അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആവിവെള്ളം ഇതിനകത്തേക്ക് വീഴാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഈ ആവിവെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം നമ്മൾക്കിനി ഇത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതായത് ഇവിടെ കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിൻ്റെ ചൂടെല്ലാം ഒരുമാതിരി പോയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ആവിവെള്ളം കളഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ഇതേപോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും വെള്ളമൊക്കെ നല്ലപോലെ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലപോലെ കുഴഞ്ഞിട്ടാണ് ഇതിരിക്കുന്നത്. ശരിക്കും ഇനി വീണ്ടും കുഴയ്ക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒന്നും കൂടി ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഇതേപോലെ ചെയ്തു കൊടുക്കുക. ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. അതായത് കറുത്ത എള്ള്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാറ്റിയതിന് ശേഷമാണ് എള്ള് ഇട്ട് കൊടുക്കുന്നത്. അതായത് പകുതി എള്ളില്ലാതെയും പകുതി എള്ള് ഇട്ടിട്ടുമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാ മാവിൻ്റെ പകുതിയോളം ഇതേപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കി പകുതി നമ്മൾ കടച്ചു വെക്കാം. ഇനി നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പൂരി പ്രസ്സർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഇതേപോലെ വെച്ച് കൊടുക്കുക. 2 സൈഡും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറിൻ്റെ. എന്നിട്ട് അതിനകത്തേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. 2 ഭാഗത്തേക്കും എണ്ണ തേച്ച് കൊടുക്കുക. ഇങ്ങനത്തെ നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ഉരുളകളിൽ നിന്ന് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ പൂരി പ്രസ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെ ഇത് പ്രസ് ചെയ്യാം. നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വിട്ട് കിട്ടും. തീരെ ഒട്ടിപ്പിടിക്കത്തുമില്ല. ചെറിയ കുഴലപ്പം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വലുപ്പത്തിൽ പരത്തിയെടുത്തത്. ഇനി നിങ്ങൾക്ക് വലിയ കുഴലപ്പം വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. നമ്മളുടെ ഒരു ഫിംഗർ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഒട്ടിയിരിക്കും. പിന്നെ ഇത് എണ്ണയിലിടുമ്പോഴൊന്നും തീരെ വിട്ടു പോകത്തില്ല.
ഒരു ട്രിപ്പിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. ഞാനിതിവിടെ ഉണ്ടാക്കാനായിട്ട് 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണിത്. എല്ലാം ഇതേപോലെ പരത്തിയെടുത്തതിന് ശേഷം 2 സൈഡും ഒട്ടിച്ച് കുഴൽ പോലെ ആക്കി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ചുട്ടെടുത്താലും മതി. ഇപ്പോൾ ഞാനിതിവിടെ കുറച്ചധികം എണ്ണം ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അവിടെ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ശരിക്കും എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കുക. ഇനി എള്ള് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എള്ള് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാനിതിവിടെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എള്ള് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മൾക്ക് വീണ്ടും ഇത് ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കാം, നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ. ഇനി ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിലാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിനകത്ത് എണ്ണ തേച്ച് കൊടുക്കുക. 2 ഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ഉരുള വെച്ച് കൊടുക്കാം. എന്നിട്ട് പ്ലാസ്റ്റിക് കവർ മടക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇപ്പം ഒരു ടിഫിൻ ബോക്സ് വെച്ചിട്ടാണ് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ടിഫിൻ ബോക്സിന് പകരം സാധാരണ ചെറിയ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് വേണമെങ്കിലും പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി ഇതും നമ്മൾ നേരത്തെ 2 സൈഡും ഒട്ടിച്ച പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വിരൽ വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണയെല്ലാം നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ട്രിപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുഴലപ്പം ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമേ തന്നെ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ കുഴലപ്പം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിലായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇത് ഉടനെ ഇളക്കാനും പാടില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട്. അപ്പോഴത്തേക്കും തീ കുറച്ചൊന്ന് കുറച്ച് വെക്കാം. ഉടനെ ഇളക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ചൊന്ന് ഇത് ഫ്രൈ ആയതിനു ശേഷം വേണം നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ അതിവിടെ പാകത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആദ്യത്തെ ട്രിപ്പ് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തായിട്ട് ഞാൻ ഇട്ട് കാണിക്കുന്നത് എള്ള് ചേർത്തതാണ്. രണ്ടിനും ഡിഫറൻസ് ഒന്നുമില്ല, ടേസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എള്ളും കൂടി ഇടുമ്പോഴാണ് കാണാൻ ഒന്നും കൂടെ ഭംഗിയുണ്ടായിരിക്കുക. അത് മാത്രമാണ് ഡിഫറൻസ് ഉള്ളൂ. രണ്ടാമത്തെ ട്രിപ്പും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട്. എനിക്കിപ്പോൾ ഇവിടെ കുറച്ചധികം ട്രിപ്പിനും ഉണ്ടായിരുന്നു. 2 ട്രിപ്പ് അല്ലാതിനേക്കാളും കൂടുതൽ ട്രിപ്പിന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 1 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരുപാട് ട്രിപ്പ് കാണത്തില്ല, 2 ട്രിപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് വറുത്ത അരിപ്പൊടിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടി. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ 1 കപ്പ് അരിപ്പൊടിയും 1.25 കപ്പ് വെള്ളവും 1/4 കപ്പ് തേങ്ങയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ബാക്കി എല്ലാ ചേരുവകളും കുറേശ്ശെ എടുക്കുക. അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഓരോ ടൈപ്പ് അരിപ്പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടുകയോ കുറയോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഞാനിവിടെ എടുത്ത അരിപ്പൊടിക്ക് 1.25 കപ്പ് വെള്ളമായിരുന്നു വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പം നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റി. നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന കുഴലപ്പത്തിന് പ്രത്യേക രുചിയും മണവും തന്നെയായിരിക്കും. അതുകൊണ്ട് ഈ മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോഴേ അറിയാം നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ കുഴലപ്പം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്